बहारों भूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിനിമ സീരിയൽ രംഗത്തെ ഒരു പ്രമുഖ കലാകാരനായിട്ടുള്ള റിയാസിക്കയാണ്. നമുക്ക് റിയാസിക്കയുടെ വിശേഷങ്ങളിലോട്ട് പോവാം. നമസ്കാരം റിയാസി. നമസ്കാരം. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇക്ക ഈ രംഗത്തോട്ട് ആദ്യമായിട്ട്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് പേര്? അശ്വിനി. അശ്വിനി. അശ്വിനി എന്ത് ചെയ്യുന്നു? ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാണല്ലേ? അതെ. കണ്ടാ പറയില്ല. ഞാൻ വിചാരിച്ചത് +2 ഏതോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെന്നാണ്. ആയുർവേദം ഇപ്പോൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണോ അതോ എവിടെയെങ്കിലും, അതോ എന്താണ്? ഞാനൊരു കുഞ്ഞ് ക്ലിനിക്കൊക്കെ ഇട്ട്, നമ്മുടെ സൈസിന് വെച്ചിട്ട് കുഞ്ഞ് ക്ലിനിക്കൊക്കെ ഇട്ട് അങ്ങനെ പോവാണ് അല്ലേ? അത്യാവശ്യം എല്ലാം അറിയാം. ആയുർവേദത്തിൽ നാഡീ ഞരമ്പുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അതാരാണെന്ന് അറിയണ്ടേ? ഇനി വേറൊരു കാര്യമുണ്ട്. എന്നെ റിയാസ്ക എന്ന് പറഞ്ഞില്ലേ? ഈ റിയാസ്ക എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം എൻ്റെ പേര് ആർക്കും അറിയില്ല. ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് മിക്കവാറും ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ്. ഒന്നീ മന്മഥൻ അല്ലെങ്കിൽ ക്ലീറ്റോ, ഈ 2 പേരിലാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ശരിക്കും പേര് ഇപ്പോൾ അശ്വിനി പറഞ്ഞല്ലോ, റിയാസ്കെന്ന്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചില സമയത്ത് ഞാനും മറന്നു എൻ്റെ. അതാണ്. അതൊരു ഭാഗ്യല്ലേ സാർ? ഇത്രയും വലിയ ക്യാരക്ടേഴ്സ് അത്രയും മനസ്സിൽ പതിഞ്ഞോണ്ടാണല്ലോ ആളുകൾ അങ്ങനെ വിളിക്കുന്നത്. അതെ, അത് വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ ഭാഗ്യമല്ലേ അത്? ഒരു പ്രോഗ്രാമിലെ കഥാപാത്രത്തിലൂടെ നമുക്ക് ആൾക്കാർ വർഷങ്ങളായിട്ട് ഒരേ കഥാപാത്രമായിട്ട് അവര് വിളിക്കുകയാണെങ്കിൽ അത്രയും മനസ്സിൽ തട്ടിക്കണല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത്? ഈ ഫീൽഡിലോട്ട് വന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ കലാപരിപാടികളിലൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ കൂടലായിരുന്നു ആദ്യം. അത് സമൂഹഗാനം ഒറ്റയ്ക്ക് പാടുകയല്ല, സമൂഹഗാനം പാടുമ്പോൾ കൂട്ടത്തിൽ കൂടി ഞാനും ഉണ്ട്. ഗ്രൂപ്പ് സോങ്ങിലും അങ്ങനെ ഉള്ള പരിപാടികളിലൊക്കെ ആക്റ്റീവായിട്ട് നിന്ന് ആദ്യമേ. പിന്നെ അതിൽ നിന്ന് മിമിക്രിയിൽ ചെയ്യാൻ തുടങ്ങി. മിമിക്രി, മോണാക്ട്, ഫാൻസി ഡ്രസ്സ്, അങ്ങനെ ഇത്യാദി പരിപാടികളിന്. പിന്നെ സ്കൂളിൽ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ, ഓണം വരുമ്പോൾ മാവേലിയായിട്ട് വേഷം കിട്ടും. ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് അപ്പൂപ്പൻ ഞാനായിരിക്കും. മറിമായത്തിൽ മാവേലിയായിട്ടുള്ള പല വേഷവും കിട്ടും. അതിനകത്ത് ഓരോ എപ്പിസോഡിലും ഓരോ കഥാപാത്രങ്ങളാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ ഇതിലൊക്കെ ഉള്ളൊരു താല്പര്യം തുടങ്ങി. അങ്ങനെ മെല്ലെ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടിൽ അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. നമ്മളിപ്പോൾ എന്ത് ഇറങ്ങിയാലും നമുക്ക് സപ്പോർട്ട് ആദ്യം വീട്ടിൽ നിന്ന് കിട്ടിയാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് അതൊരു വലിയ ഭാഗ്യമായിരിക്കും. വീട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മിമിക്രിക്ക് അത്രയ്ക്കൊരു സ്കോപ്പായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ വീട്ടില് മിമിക്രിക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ടെലിവിഷൻ ഇത് കുറവാണല്ലോ. നമുക്ക് കൂടുതലും സ്റ്റേജ് ഷോസ് ആണ്. അപ്പോൾ സ്റ്റേജ് ഷോ ഡയറക്റ്റ് ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണേ. അവിടെ സക്സസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ അല്ലേ? അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചല്ല. ഞാനിപ്പോൾ മിമിക്രിയിലൂടെ വന്നിട്ട് സിനിമയിലോ സീരിയലിലോ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല അതിൽ വന്നത്. മിമിക്രി എന്ന ഈ കലാരൂപത്തോടുള്ള ഇഷ്ടം കൊണ്ട് അത് നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കയ്യടിയും പ്രോത്സാഹനം കൊണ്ട് വീണ്ടും അത് ചെയ്യണമെന്നുള്ളത് നമുക്ക് തോന്നലുണ്ടാവുകയാണ്. അതാണ് നമുക്ക്. അതായത് ഇന്നിപ്പോൾ നമ്മൾ ടി വിയിലൊരു കോമഡി സ്കിറ്റ് എന്തെങ്കിലും കണ്ടാൽ കൊള്ളില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോവാം. അവർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ഇടാം, വെച്ചിട്ട് അതൊക്കെ വേറെ പണിയിലിടാം, അങ്ങനത്തെ ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളത് നേരിട്ട് ബാധിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിന് കേടുവരുന്നില്ല. പക്ഷേ നമ്മൾ പണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെ ഈ പൊതുജനം പല വിധമാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും അവർ പ്രതികരിക്കുക. അപ്പം വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിന്ന് നമ്മൾ കടന്നു വന്നേക്കണം. അപ്പോൾ ഓരോ ദിവസത്തെ പ്രോഗ്രാമുകളും ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് റിഹേഴ്സൽ ചെയ്യുക, ആൾക്കാരുടെ കയ്യടി മേടിക്കുക. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവം പങ്കുവയ്ക്കാം. ഏറ്റവും നല്ല സ്റ്റേജ് ഷോ ഉത്സവ പ്രോഗ്രാമാണ് കൂടുതലും ചെയ്യണത്. അപ്പം നമ്മുടെ പ്രോഗ്രാം ഒരു മിനിമം, എൻ്റെ ട്രൂപ്പിൻ്റെ പേര് നർമ്മകല എന്നായിരുന്നു. ഞാൻ ഫോം ചെയ്തൊരു ട്രൂപ്പാണ്. എൻ്റെ പേര് നർമ്മകല എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാംസ് ഈ വർഷത്തത് കൊള്ളാമെങ്കിൽ അടുത്ത വർഷം ആ അമ്പലത്തിൽ ബുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് 10 വർഷം പ്രോഗ്രാം ചെയ്ത കുറേ അമ്പലങ്ങളുണ്ട്.
ഒന്ന് എനിക്ക് എടുത്തു പറയുന്നത് കൊല്ലത്ത് രാമൻകുളങ്ങര അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രം അവിടെ. പിന്നെ വെള്ളനാട് ചാങ്ങ ദേവീക്ഷേത്രം, കരിപ്പൂര് ഭദ്രകാളി ദേവീക്ഷേത്രം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ 10 വർഷത്തോളം ചെയ്ത സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ 5 വർഷം 7 വർഷം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കൊള്ളാം എന്നുള്ള ഇതാണല്ലോ. അപ്പോൾ അതൊന്നും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഒരു പ്രോഗ്രാം അതൊരു നമ്മുടെ ആ മേഖലയിൽ അന്ന് നിൽക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഈ സ്റ്റേജ് ഷോയിൽ നിന്ന് മറിമായത്തിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? മറിമായത്തിലോട്ട് വന്നത് സ്റ്റേജ് ഷോ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ മറിമായത്തിൽ വരണത് ആദ്യം തട്ടിമുട്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ആദ്യം പറഞ്ഞത്. മഴവിൽ മനോരമയിലെ തന്നെ തട്ടിമുട്ടിയും പ്രോഗ്രാമിൽ അതിനകത്ത് അർജുനായിട്ട് ചെയ്യണില്ലേ, ജയൻ ചേട്ടൻ. അപ്പോൾ പുള്ളി ഞാനിവിടെ വേറെ സീരിയൽ ഞങ്ങൾ ഏഷ്യാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച്. അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിലാണ് അതിനകത്തൊരു കഥാപാത്രം വന്നപ്പോൾ എന്നെ വിളിക്കുന്നതും. അങ്ങനെ തട്ടിമുട്ടിയിൽ പോയിട്ട് അതിനകത്ത് ആദ്യം ഒരു 2-3 എപ്പിസോഡ് അഭിനയിച്ചു. അത് അഭിനയിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് മറിമായവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ചോദിച്ചു, നമ്മുടെ മറിമായത്തിൽ അഭിനയിക്കാമോ, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ, ഉണ്ണി സാറും. ഞാൻ പറഞ്ഞു സാർ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ മറിമായത്തിൽ വന്നതും. മറിമായത്തിൽ ഞാൻ ഇപ്പം മറിമായം 15 വർഷം ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 വർഷം കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ 14 വർഷമായിട്ട് ഞാൻ മറിമായത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ് സാറിന്? പുതിയ നമുക്ക് മറിമായം അലിയൻസ്, അത് അലിയൻസിലെ കഥാപാത്രം വളരെ അതെ അതിന് നമുക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയത് അതിനാണ്. 2017 ബെസ്റ്റ് കൊമേഡിയൻ അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നേട്ടങ്ങളുണ്ടായി. പിന്നെ പുതിയ പ്രോജക്റ്റ് കുറച്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് ചോദിച്ചു, മമ്മൂട്ടി സാറിന്റെ കൂടെ റോൾ, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. റോഷാക്കില് കണ്ണൂർ സ്കൂളിന് ഒരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി. അതിന്റെ വിശേഷങ്ങളൊന്നും അതിന്റെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞില്ലേ, കുറേ വർഷമായില്ലേ. മമ്മൂക്കയുടെ കൂടെ 7 ദിവസം അഭിനയിക്കാൻ പറ്റി. പിന്നെ ഇനി ഇനി അഭിനയിക്കണം, അതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ. മമ്മൂക്കാട് അഭിനയിച്ചില്ലെങ്കിൽ അവിടെ പോയിരുന്ന് പുള്ളിയെ കണ്ടോണ്ടിരിക്കാൻ തന്നെ അതൊരു വേറെ സന്തോഷമാണ്. അതിൻ്റെ വേറെ വലിയ സന്തോഷമാണ് ലാലേട്ടനും. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ നല്ല വലിയ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഇതുവരെ ഞാൻ ആരുടെടുത്തും പറയാത്തൊരു സാധനം നിങ്ങളിലൂടെ പറയുകയാണ്. ലാലേട്ടൻ്റെ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്ക് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ അതിന് ഇറങ്ങാനിരിക്കുകയാണ്. നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഞാനങ്ങനെ ഷെയർ ചെയ്യാണ്. കാരണം ഇതുവരെ ആരോടും പറഞ്ഞില്ല. ചെറിയൊരു കഥാപാത്രമാണ് എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു, ഇനി ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. രണ്ടുപേരും 2 രീതിയിലുള്ള. ലാലേട്ടൻ പിന്നെ ഭയങ്കര ഇതാണ്, തമാശയും കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കര ജോളിയാണ്. മമ്മൂക്ക തമാശ പറയും, എന്നാൽ പുള്ളിയോട് നമുക്ക് ഞാൻ പറയില്ലേ, അതായത് നമ്മളെ ഈ നമ്മുടെ ഹെഡ് മാസ്റ്ററിനെയും നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാറിനെയായിട്ടുള്ള വ്യത്യാസമില്ല. ആ സാറിനോട് നമ്മൾ ഭയങ്കര എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഹെഡ് മാസ്റ്റർ വരുമ്പോൾ നമുക്ക് വേറൊരു ബഹുമാനമല്ലേ. അതാണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. രണ്ടുപേരോടും നമുക്ക് ഇഷ്ടമാണ്, രണ്ടുപേർക്കും നമ്മളോട് ഇഷ്ടമാണ്. പക്ഷെ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 പേരോടുള്ളൊരു ഇതാണ്. അത് ഭയങ്കര രസമാണ്. 2 പേരും നല്ല ഇതാണ്. നമ്മളെ വേറൊന്നുമല്ല, നമ്മളിവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പിന്നെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും, പഴയ കഥകൾ അറിയാൻ പറ്റും. അതൊക്കെ തന്നെയാണ് വലിയ ഭാഗ്യം. അപ്പൊ ഈ കോമഡി ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സീരിയസ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണം അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ അങ്ങനെയുള്ള ചിന്തകൾ അതേ ഉള്ളൂ. കോമഡി നമുക്ക് എപ്പോഴും ഇവിടെ സ്പേസ് ഉണ്ട് കോമഡി ചെയ്യാനായിട്ട്. അപ്പം സീരിയസ് കഥാപാത്രങ്ങൾ ഉണ്ട്, അങ്ങനെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു സിനിമ നമ്മുടെ ബിബിൻ ജോർജ് നായകനായിട്ടുള്ള ശുക്രൻ എന്ന് പറഞ്ഞതിനകത്ത് അത്യാവശ്യം ഒരു ചെറിയ സീരിയസ് ബിബിൻ ജോർജിൻ്റെ അപ്പനായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അതിനകത്തൊരു അത്യാവശ്യം മോനോട് ഇഷ്ടമുള്ളവരും എന്നാൽ അങ്ങനെ ഒരു ചിരി ഗൗരവക്കാരനുമായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെയൊക്കെ വേറെ 1-2 ഇതിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഏതാണ് കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? അത് തമാശ എന്ന് പറയുന്നത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ ഇച്ചിരി പാടുള്ളതാണ്. മറ്റത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് മറ്റ് ക്യാരക്ടർ ചെയ്യാനാണ് കുറച്ചുകൂടെ എളുപ്പം. തമാശ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞാലും കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ഒരു സീൻ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഒരുപോലെ അത് വന്നാലേ അത് സക്സസ് ആവുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട് അതിന്.
അപ്പൊ തമാശ ചെയ്ത് ഫലിപ്പിക്കാനാണ് നമുക്ക് എപ്പോഴും പാടായിട്ടുള്ളത് അല്ലേ? അതങ്ങനെ തന്നെയാണ്. ആൾക്കാർ ചിരിക്കണ്ടേ, അതാണ്. അങ്ങനെ സ്റ്റേജ് ഷോയിൽ എന്തെങ്കിലും ചെയ്തിട്ട് ചിരിക്കാ? അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും വരും. എല്ലാവരും ചിരിക്കണമെന്നൊന്നുമില്ല. ആൾക്കാരുടെ മാനസികാവസ്ഥ ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ എല്ലാ ഇരിക്കുന്ന 100 പേരിൽ 100 പ്രശ്നങ്ങളായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. ഒരാൾക്ക് ഭാര്യയായിട്ട് പിണങ്ങിപ്പോയതായിരിക്കാം, ഒരാൾക്ക് പിന്നെ മോളാരുടെയെങ്കിലും കൂടെ പോയതായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. അങ്ങനെ ഇരിക്കുന്നവർ പല മാനസികാവസ്ഥയിലായിരിക്കാം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആസ്വാദനം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക, അവരുടെ മൈൻഡിൻ്റെ ഒരു ഇതാണ്. ചിലപ്പോൾ ഇതിന് വേണ്ടി വന്നിരിക്കണവർ ആസ്വദിക്കും. പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നാൽ ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ അതെങ്ങനെയാണ്. പിന്നെ പറഞ്ഞ മാതിരി ഇന്നിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഈ മൊബൈലിലും അതിലും ഇതിലുമൊക്കെ തമാശകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കണോണ്ട് എല്ലാ തമാശയും അങ്ങനെ കേൾക്കണമെന്നൊന്നുമില്ല. ചീറ്റിപ്പോവും പലപ്പോഴും. ചിലതൊക്കെ ചീറ്റിപ്പോവാറുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങനെ ചീറ്റിപ്പോയിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. ചീറ്റിപ്പോയി അത് നമ്മളിപ്പോൾ ടെലിവിഷനിലുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ലല്ലോ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കമൻസാണ്. കമൻറ്റുകൾ വായിക്കുമ്പോൾ അറിയാം, ഏടാ വെളുപ്പും കൊണ്ട് വന്നേക്കണേ, എന്തോ തമാശയുടെ ഇതാണ് തമാശ എന്നൊക്കെ ചോദിച്ചൊക്കെ ചിലപ്പോൾ കമൻറ്റ് വരാറുണ്ട്. പിന്നെ ചില ഇപ്പം അളിയൻസൊക്കെ വന്നിട്ട് അതിൻ്റെ കമൻസിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാരക്ടറിനോടാണ്. അതായത് എൻ്റെ കഥാപാത്രം അതിനകത്ത് ജോലിക്കും പോവാതെ ആൾക്കാരെ പറ്റിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞ കമൻറ്റിൽ ഇടാ ക്ലീറ്റോ നീ വല്ല പണിക്കും പോടാ അങ്ങനെയാണ് പറഞ്ഞത്. അത് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് സക്സസ് ആണ്. ക്യാരക്ടറിനോടുള്ള ഇതാണല്ലോ ആൾക്കാർ പറയണത്. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നും അവിടെ ഒരാൾ തിരുവനന്തപുരം പാങ്ങോട് എന്ന സ്ഥലത്തൊരു വീടും ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്നും അങ്ങനെയാണ് ഇതിനകത്ത് പല ആൾക്കാരും ചിന്തിച്ചേക്കണത്. അവർ ആക്ച്വലി ഈ കഥാപാത്രങ്ങളോടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആലോചിക്കും ആൾക്കാർ ഇങ്ങനെയാണല്ലോ അത്രത്തോളം നീ പണിക്കും പോവാതെ ഇങ്ങനെ നടന്നോ, ഭാര്യയ്ക്ക് ചിലവിനും കൊടുക്കാതെ ഭാര്യയെ ജോലിക്കും വിട്ട് ഇങ്ങനെയൊക്കെ പറയണം. പണ്ട് എവിടെ ചെന്നപ്പം എന്നെ ഒരു അമ്മുമ്മ വിളിച്ചിട്ട് നിൻ്റെ ഒരൊറ്റ അടിയാണ് നിനക്ക് തരാനുള്ള, നിൻ്റെ ഈ ആ പെണ്ണിനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന തങ്കത്തന്നെ നീ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കാരുടെ അത് നന്നായിട്ട് സാർ മിമിക്രി ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരുടെ ശബ്ദം ഞാനങ്ങനെ ശബ്ദമൊന്നും അനുകരിക്കില്ല. ഇപ്പൊ ഒരു അമ്മൂമ്മയുടെ അമ്മൂമ്മ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞല്ലേ, അല്ലാതെ മിമിക്രി ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. സ്റ്റേജ് ഷോ മിമിക്രി ഒക്കെ ചെയ്യും. ഞാനങ്ങനെ സൗണ്ടൊന്നും അങ്ങനെ പണ്ട് എന്തായാലും ട്രൈ ചെയ്താണല്ലോ. ആ സമയത്ത് സൗണ്ട് അനുകരിക്കുന്ന ഒരു ഞാൻ സ്റ്റേജിൽ മധുസാറിൻ്റെയൊക്കെ ശബ്ദം പറയും. അങ്ങനെ യൂഷ്വലായിട്ട് അങ്ങനെ വോയിസ് ഇമിറ്റേഷൻ ഇല്ല എങ്കിലും നല്ല സ്ഥിരം ട്രൈ ചെയ്തോണ്ടിരുന്ന ഒരാളെങ്കിലും. കരുതമ്മ, നീ കടാപ്പുറത്ത് നിന്ന് പോയാൽ ഞാനിവിടെ പാടി പാടി ചങ്ക് കൂട്ടി ചാവും. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആന വാങ്ങിത്തരും. മറിച്ചാണെങ്കിൽ നിന്നെ ഞാൻ ബാലകലോത്സവം ചെയ്യും. കടന്നു പോടി പറ്റി. പണ്ടൊക്കെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെ സൗണ്ട് ഇമിറ്റേഷൻ കുറവാണല്ലേ? ഉണ്ട്. നമ്മൾ പിന്നെ സ്റ്റേജിൽ പോകുമ്പോൾ അങ്ങനെയുള്ള അത് വേറെ സ്കിറ്റൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുമ്പോൾ ചെയ്യണത്. സ്കിറ്റ് വോയിസ് ഇമിറ്റേഷനൊക്കെ ഞാൻ ഇപ്പോൾ ഒരുപാട് നല്ല അടിപൊളി പയ്യന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. അതല്ലേ, അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ ഒതുങ്ങിയിരിക്കുക. അത് നമ്മൾ പിന്നെ അത്യാവശ്യം ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടി നമ്മൾ ഇതാണ് കുഴപ്പം. ഒന്നും പറയാൻ വയ്യ. റിയാസിക്കയുടെ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഈ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാവുന്നതാണ്.